ഗൈസ് അപ്പം നമ്മൾ ബാക്ക് ടു ഡേ 2 അല്ലേ അൽഫി? അൽഫി എന്നെ പറ്റി മുഖത്തൊരു സന്തോഷമില്ലാത്ത എന്നെ ചുണ്ട് ഗൈസ്. എനിക്ക് നല്ല ജലദോഷമാണ്. എനിക്ക് ഇങ്ങനെ ചുമ്മാ ഒഴുകുവാണ് കൂടുകൂട. അൽഫാൻസ് കഴിക്കാൻ പുതിയ സ്ഥലം കണ്ടുപിടിക്കും. അൽഫാൻസൊക്കെ സ്റ്റൈലായിട്ടാണ്. നമ്മുടെ ബനിയൻ കണ്ടോ? തീകത്തുന്ന ബനിയൻ കണ്ടോ? ഒതന്റിക് ബോണ്ട. ഓ ബോണ്ടയാണത്. അത് വെട്ട് കേക്കുമല്ലേ? അടിപൊളിയാണ്. ഇത് എല്ലാവരും ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര തണുപ്പാണ്. നമ്മൾ കഴിക്കാൻ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. നമ്മൾ വർഷം കാണിച്ച ബോണ്ട സ്പോട്ടിൽ. ഹൗസ് ബോണ്ട കട്ട് ചെയ്യുന്നില്ല. കളറും കണ്ടോ? വ്യത്യാസമുണ്ട്. എങ്ങനെയുണ്ട് ഇത്? ആ പിന്നെ ക്രിസ്പിയാണ്. എസ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ പൊറോട്ടയും മുട്ടക്കറിയും വന്നിട്ടുണ്ട്. എന്നാ പറ, അതായത് ആക്ച്വലി മസ്റ്റാ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെറിയൊരു ഹോട്ടലാണ്. പക്ഷെ എങ്കിലും നമ്മൾ ആദ്യം ഓർത്തൊരു ഇതില്ലായിരിക്കും. പക്ഷെ ഏറ്റവും സൂപ്പറാണ്. ബോണ്ട കഴിച്ചപ്പോ ചില്ലിൻകൂട്ടി കിടക്കുന്ന ബോണ്ടകളും കരഞ്ഞോണ്ടിരിക്കുന്ന വടകളും കണ്ടപ്പോൾ ആദ്യം ഒരു സങ്കടം തോന്നി. അവർക്കൊരു കൂട്ടാണ്. ഞാൻ ജസ്റ്റ് ഞങ്ങൾ പരീക്ഷയ്ക്കാണ് മേടിച്ചു. പക്ഷെ എന്നാ സൂപ്പർ ഇതാരാ ഇന്റേൺഷിപ്പിന് കയറി. നമ്മൾ റെഡി കഴിഞ്ഞു. നമ്മൾ അവിടെ ഒരു വടയുണ്ടായിരുന്നു. വട അടിപൊളി സാധനം. ഇപ്പൊ നമ്മള് ഇവിടെ വന്ന് റൂമിൽ വന്ന് കിടക്കാണ്. ഓൾ മെമ്പേഴ്സ് ആർ ഹിയർ. അല്ല, രണ്ട് അമ്മയും ചേച്ചി അച്ചാച്ചൊക്കെ മേളിൽ പോയി. അൽഫിന്റെ ഓറ കളയല്ലേ. അൽഫി നോക്കിയിട്ട് ഹായ് കൊടുക്കുക. ഇല്ല, ഓറ പോവും. ഇതാണ് ദിസ് ഈസ് ദ വൺ ഓഫ് ദ റൂം ഓഫ് മൈ ഫാമിലി. വി ഗോ ടു ദിസ് ബ്യൂട്ടിഫുൾ റൂം ഫ്രം മൗണ്ട് വ്യൂ റിസോർട്ട്. റിസോർട്ടൊന്നുമല്ല, റിസോർട്ട് എന്നൊക്കെ അവർ എഴുതിയായിരുന്നു. മൗണ്ട് വ്യൂ അല്ല, നമ്മള് രാത്രിയിൽ റൂമില്ലാതെ ഓടി വന്നപ്പോൾ അവർ നമുക്ക് അഭയം നൽകി, നല്ല റൂമുകൾ നൽകി. ആ അഭയാകർത്താക്കൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മളിനിയിപ്പം ഇവിടുന്ന് എങ്ങോട്ടായിരുന്നു? ഇവിടുന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമെന്ന് അറിയാം. അതെ, നമ്മള് ചിന്നക്കനാൽ പോവാണ്. അവിടെ വാട്ടർഫാൾസ് ഉണ്ടെന്നൊക്കെയാണ് കണ്ടത്. അടുത്ത വാട്ടർഫോൾസിനുള്ള പോവാണ്. വയ്യ, എനിക്ക് നല്ല ജലദോഷമുണ്ട്. പോസ് ചെയ്ത നമ്മള് ഇനി റൂം വെക്കേറ്റ് ചെയ്ത് നമ്മള് നേരെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മളിപ്പം ചേട്ടാ ഇതേടെ സ്ഥലം ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ അവിടുന്ന് റൂമിൽ നിന്ന് കുറച്ചുകൂടെ ഒത്തിരി ഒന്നുമില്ല. പുതിയതാണ് ഗൈസ്. ഇവിടെ റീൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ കറങ്ങായിരിക്കും. അപ്പൊ ഒന്നും പറ്റത്തില്ല. കറക്കി വിടത്തേ ഉള്ളായിരിക്കും അല്ലേ? അതോ അവിടുത്തെ അതല്ലേ ഞാൻ പറഞ്ഞേ, അടിയില് മോട്ടർ കാണുമല്ലേ?
ചേട്ടാ എങ്ങനെ അവിടെ പോയി? ആ ഇവിടുത്തെ എല്ലാ ഇതും വ്യൂ ആണ്. തിരിഞ്ഞാലും മറിഞ്ഞാലും ഇവിടെ വ്യൂ ആണ്. ഇതാണ് ഇവർ ഉദ്ദേശിച്ച വ്യൂ പോയിന്റ്. ഈ മേളൊക്കെ നൈസാണ്. പിന്നെ ഇതിൽ നിന്ന് അടിപൊളി വ്യൂ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് വെയിലുണ്ട്. പക്ഷെ തണലത്ത് അടിപൊളി കാറ്റാണ്. നല്ല തണുത്ത കാറ്റുണ്ട് ഗൈസ്. എന്നാ എന്നാ അല്ല ചാച്ച അത്രയും സ്പീഡിൽ ഭൂമി ഇറങ്ങും. അത് കണ്ടോ, മേഘമൊന്നും അനങ്ങുന്നില്ലല്ലോ. ആ നീണ്ടു നിൽക്കുന്ന മേഘം കണ്ടോ, അതൊക്കെ മൈന്യൂട്ടായിട്ട്. ഇത് കണ്ടോ, ഇതൊക്കെ അങ്ങോട്ട് അനങ്ങുന്നേ, അതൊക്കെ കാറ്റിന്റെയാ. നമ്മുടെ ഈ മേഘത്തിന്റെ അത് നെഴു നോക്കിയാൽ ഈ മേഘത്തിന്റെ ഇത് അവിടെ വരുന്നത് ഇടവൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് കാണാം. മനസ്സിലായോ? ഇങ്ങോട്ട് ഒരു ആ മേഘം കണ്ടു സന്തോഷം. വെള്ളോട്ട് നോക്കി അതിന്റെ അടിപൊളി കാറ്റ്, അടിപൊളി കാറ്റ്. നമ്മളടുത്ത സ്പോട്ട് വന്നു. ഇതുണ്ടോ, ലോക്ഹാർട്ട് ടീ ഫാക്ടറി. ചോദിച്ചിട്ട് വരാം. അപ്പം നമ്മള് ഇവിടുത്തെ പാസ് വില ഏകദേശം അവർ പോയി ചുമ്മാ നോക്കി. പക്ഷെ നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന വിലയായിരുന്നു. ടൈമിങ് 8. ഗൈസ് നമ്മള് നിങ്ങൾ ആ ബോർഡ് കാണുന്നുണ്ടോ, 250 100 ഈശോ മിശിഹായ്. നമ്മള് തേയില നുള്ളി പറിച്ച് ഉണ്ടാക്കി ഗൈസ് ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഇവിടെ അകത്ത് കയറി നമുക്ക് 1 കിലോ തേയില നുള്ളി പറിക്കുമെന്ന് തോന്നുന്നു. ഒരാൾക്ക് 250 രൂപ. ഞങ്ങൾ 11 പേരുണ്ട്. 10 പേർക്ക് എത്രയാ, 500 വെച്ച്. ഒരാൾക്ക് കാണാന്ന് പറഞ്ഞു. 4 പേർക്ക് 1000, 2000. ഹാപ്പി അല്ലേ എല്ലാരും? നമുക്ക് അടുത്ത അല്ല, അകത്ത് ഒരാൾ നമ്മളോട് വരും. എന്നിട്ട് അയാൾ നമുക്ക് നുള്ളി 1 പാക്കറ്റ് ആക്കി തരുമെന്ന് തോന്നുന്നു. പുള്ളിക്ക് പണിക്കൂലി 250 രൂപ. ഏറ്റവും വലിയ സാധാരണ ഒരാള് കാണാൻ വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് ഒരു ഇതായിരുന്നെ കുഴപ്പമില്ലായിരുന്നു. മനുഷ്യനെ അതെ, ഒന്നുമില്ലേലും ചായ ഇട്ട് കുടിക്കുന്നേ. അതുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഇനി മേലെ നല്ല പോവല്ലേ. അടുത്ത സ്ഥലം ടീ ഫാക്ടറി തന്നെയാണോ? നമുക്ക് ഇവിടെ വലിയ തോട്ടനൊക്കെ പറഞ്ഞപ്പോ ഇവിടെ ഒരാളുടെ ഞാൻ ഒത്തിരി നമ്മളെ പ്രതീക്ഷിച്ചാണ് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത്. പക്ഷെ ഇവര് കാണിക്കുന്ന വലിയ വലിയ പേടിയുള്ള ഞങ്ങൾ ഓർത്തത് ഗാർഡൻ അങ്ങനെയുള്ളത്. പക്ഷെ ഇവര് കാണിക്കുന്ന തേയിലത്തോട്ടം, കുറെ മലകൾ. അപ്പൊ നമ്മള് അവിടെ സ്പോട്ടില്ലാത്തതുകൊണ്ട് അവിടെ താഴെ ഇവിടെ വഴി പോകുമ്പോഴാണ് അവിടെ ചെല്ല്. നമ്മൾ ആ വഴി നേരെ ഓപ്പോസിറ്റ് ഒരു ചായ കുടിക്കാൻ വന്നു. ചായക്ക് കടി എന്താ അറിയോ? ഊത്തപ്പം. ആർട്ടിസ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. അച്ചുകൂട്ട് ഒരു ഇച്ചിരി മാർക്ക് ആർട്ടിസ്റ്റ്. എങ്ങനെയാണ് ഇതിന്റെ റെസിപ്പി? എങ്ങനെയാണ് നിങ്ങൾ ഇത് തയ്യാറാക്കുന്നത്? യൂട്യൂബ് ആണോ?
ഗൈസ് കുത്തയപ്പ എന്നെ കൂത്തപ്പ ഞാൻ അനുഭവിക്കാം. ഗൈസ് അത് കുറച്ച് കട്ടിയായി പോയി, പക്ഷെ അത് നല്ലതായിരുന്നു. നട്ട്സ് ഉള്ള ഭാഗമൊക്കെ നല്ല. നട്ട്സോ അല്ല നട്ട്സ് അല്ല, തേങ്ങാക്കൂത്ത് ഇത് മറ്റേ സബോള്. ഓ സബോള അല്ല, ചുമന്നുള്ളല്ലേ. വിത്തൗട്ട് ആണ്, കുറച്ച് മധുരം കുറച്ച് മതി. ലൂസിന് ഒരു ചായ വേണ്ടേ അല്ലേ? ഈ കോഫി അല്ലേ പറഞ്ഞത്? ഈ കോഫിയാ പറഞ്ഞത്. വേറെ വല്ലതും പറയുന്നുണ്ടോ ചേച്ചി? നമുക്കുള്ള അച്ചുകൂടിനൊരു മുട്ട ഓംപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. മുട്ട ഓംപ്ലേറ്റ് റെഡിയാകുന്നു. ബ്രൂ കാപ്പ് ജ്യൂസിനും ചടയ്ക്കുള്ള കാപ്പി റെഡിയാക്കുന്നു, എക്സെട്ര എക്സെട്ര. വീണ്ടും കൂത്തപ്പത്തിന്റെ വിഷയത്തിലേക്ക്. കൂത്തപ്പം എന്നെ പേരെന്നായിരുന്നു? കിണ്ണത്തപ്പം. ആ കിണ്ണത്തപ്പം. വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കുന്നുണ്ടോ? അല്ലാതെ ഇതിപ്പോ തീർന്നാ പിന്നെ കഴിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടല്ല. തിന്ന് തീർത്തേക്ക്. വേറെ ഉണ്ട്. എവറി ഈവനിങ് വി ആർ ഈറ്റിംഗ് ദിസ് അല്ലേ? ഫുൾ ഫ്രൂട്ട്സ് കൊടുത്തപ്പോ ചേട്ടാ വലിയതാണ്ട് പരിപാടി ഇതാ. ബ്ലാക്ക് അല്ല കരി കോൾ പിടിച്ചു. ബ്രൗണി ഒക്കെയാന്ന് പറഞ്ഞ കഴിക്കാല്ലേ. ബ്ലഡ് ഓംലേറ്റ് അറൈവ്ഡ്. ഈ പാവം കുറച്ച് നേരം നീ അതിങ്ങനെ നീ സോസ് ഉള്ള എടുത്തു. തോമാച്ചിന് വേണ്ടടാ, അച്ചുകൂടം കഴിക്കാം. എനിക്ക് വേണ്ടേ? അപ്പൊ നമ്മൾ അടുത്ത വ്യൂ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്ന് ഫുള്ള് വ്യൂ പോയിന്റ് കാണുമെന്ന് തോന്നുന്നു. ചന്ദന നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല വലിയ ചൂട് തോന്നുന്നില്ല. ബട്ട് there is a huge തേയിലത്തോട്ടം. ഗൈസ് അടിപൊളി വ്യൂ അല്ലേ? ഇതൊക്കെ വെറുത്തല്ലേ? ഹലോ, ഞാൻ എപ്പോഴും ഓർത്തായി മലേഷ്യയില. അയ്യോ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പം വ്യൂ പോയിന്റിലെത്തി. നല്ല വ്യൂ, അടിപൊളി വ്യൂ. മൂന്നാറിന്റെ ഏറ്റവും നല്ല വ്യൂ ഇതാണ്. മൂന്നാറിന്റെ തേയിലത്തോട്ടം. തേയിലത്തോട്ടത്തിലും ഫീലിംഗ് അടിപൊളി. ചേച്ചി എന്നെ ഫ്രീമിനാർ നടത്തും ചേച്ചിയാണ്. കുറച്ച് ഒരുമാതിരി തള്ളനെ കാണാം. സീനാണ് വിചാരം. സീൻ ഗൈസ്, സീൻ ഗൈസ്. നമ്മുടെ ബെനിയനൊക്കെ കാണാം. നമ്മള് ചുമ്മാ സീനല്ലേ. ഞാൻ തണുപ്പ് ഇങ്ങനെയൊക്കെ Hi, Alsi, how are you? I'm fine. I'm fine, thank you. How are you? Why are you sitting here? Oh my God, what's that? Is that? Yes, we got it, and then we go. സന്തനത്തിന്മതിൽ മന്ത്രങ്ങൾ കുടിക്കും ന്യായമാ. മറ്റേ മമ്മൂട്ടിയുടെ Let's move. ഞങ്ങൾ പോവാം. നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം. അടുത്ത സ്പോട്ട് കുറച്ച് പഞ്ഞിമട്ടായി കുറച്ചേ ഉള്ളു.
ആ കാണുന്നില്ല. എനിക്ക് ചതി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. മൊത്തം എടുത്തിട്ട് കുറച്ച് ചെയ്യാണ്. ബൈ ബൈ ഗൈസ്. അവരുണ്ടാക്കി തന്നു. ആണോ? കാണിച്ചു ക്ലെയർ മുട്ടയുടെ രുചിയല്ലേ? നമ്മള് അടുത്ത സ്പോട്ടായ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ കയറിയില്ല. ഒരാൾക്ക് 100 രൂപയാണ് പാസ്. എല്ലാവരും കൂടെ കയറിയിട്ട് വലിയ ഉപകാരമൊന്നും തോന്നിയില്ല. അപ്പം അമ്മയും നീനു ആൻറ്റിയും കൂടെ കയറി. നമ്മളപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ച്, പനിയാണ്, എനിക്ക് ജലദോഷമാണോ വയ്യ, എന്നാലും നമ്മളൊരു ഐസ്ക്രീം കൂടെ മേടിച്ച് പീഡിപ്പിക്കുവാണോ അതിനായിട്ട്? ഓ ചേച്ചി ഏത് ഫ്ലവറാണ് കാണിച്ചത്? ഒന്നാ എനിക്കും ബട്ടർ സ്കോച്ച് മതി. അതാ ഒരെണ്ണേ ഉള്ളായിരുന്നോ? ഇപ്പം നമ്മള് എല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ കയറുവാണ്. നമ്മളിനി ഫുഡ് കഴിക്കുക. നമ്മൾ വണ്ടി ചിലപ്പം ഇനി അങ്ങോട്ടാണെന്ന് നമ്മൾ കറക്റ്റ് പ്ലാനില്ല, എന്നിട്ട് അറിയത്തില്ലെന്ന് വേണം ചുരുക്കം പറയാം. മുണ്ടക്ക നമ്മൾ കഴിക്കാൻ പോവാണ്. കഴിക്കട്ടെ. ഒന്നും പറയാൻ സമയത്തല്ലേ. ഇപ്പൊ നമ്മള് കഴിച്ച് കഴിഞ്ഞു പറയാൻ വന്നതാണ്. കഴിച്ച് കഴിഞ്ഞില്ല, കഴിക്കാൻ ഇവിടെ ഇല്ല. അയ്യോ അൽഫോൻസേ, മന്തി കിട്ടിയായിരുന്നോടാ? അൽഫോൻസിന് മന്തി വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പായത്തിനകത്ത് കയറിയില്ല. കയ്യും കഴുകി അവിടെ ഇരുന്ന് ഓൾ ടൈം. അല്ല, ഇച്ചിരി റൊമാലിട്ട് ഇച്ചിരി ചിക്കൻ. നടന്നു പോകാനോ വണ്ടിക്കോ? നമ്മൾ അടുത്ത ഹോട്ടലിലേക്ക് പോകണം. നല്ല സമയമാണ്. നമുക്ക് അവിടെ ഫുഡ് കിട്ടിയില്ല. അവിടെ എന്നായിരുന്നു പ്രശ്നം? 5 ബിരിയാണി ഉള്ളൂ. 5 ബിരിയാണി ഉള്ളോ? ആകെ 5 ബിരിയാണി ഇല്ല. ചപ്പാത്തി പൊറോട്ട. അയ്യോ, ചപ്പാത്തി പൊറോട്ട വണ്ടി എടുക്കണോ? എടുത്തോളാം. ഇതാണ് പറയുന്നത്, ഓരോന്നിനും ഓരോ സമയമുണ്ട്. We got something like a dining room. അല്ലേ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഗൈസ്, ഇവിടെ കണ്ടോ ഗ്ലാസ് ഒക്കെ ഇട്ട് ഞാൻ കാഴ്ചയൊക്കെ ഇട്ട്. അതാണ് പറയുന്നത്, ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഓക്കെ ഗൈസ്, അതൊക്കെ വെറുതെയാണ് ഗൈസ്. ദൈവം എല്ലാത്തിനും സമയം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കരഞ്ഞ് തൂറിപ്പോയി, അതുപോലെ തരുമായിരുന്നു എല്ലാവരും. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടായി? അത് ആദ്യം എല്ലാവർക്കും, ഞങ്ങളുടെ പിള്ളേർക്ക് എല്ലാവർക്കും ബിരിയാണി പറഞ്ഞാണ്. ഒരു 5 മിനിറ്റ് ചോദിച്ചതാ ബിരിയാണി ഉണ്ടോ? എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. കയറി ഇരുന്ന് കഴിഞ്ഞപ്പോ പറയാ ബിരിയാണി ഇല്ല, ബിരിയാണി നമ്മള് പറഞ്ഞത്. എന്നിട്ട് അൽഫോൺസിന് മാത്രം ബിരിയാണി കിട്ടി. ഞങ്ങളെല്ലാം മീൽസ് കഴിച്ച്. അതാണ് അസംതൃപ്തമായിരുന്നു മീൽസ്. ആർക്കും സംതൃപ്തിയാണെന്നില്ല, ഒരാൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടോ? എരിവുണ്ടെന്നേ ഉള്ളൂ. ഓന് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. എരിവുണ്ടെന്നേ ഉള്ളൂ. ചേച്ചി ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടോ? പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കറിയൊന്നും ഒരു സുഖമില്ലായിരുന്നു. നല്ല എരിവായിരുന്നു. എന്റെ ചുണ്ടെല്ലാം കത്തിയിരിക്കും. കോവയ്ക്കാട് തന്നെ 2 കറി. കോവയ്ക്കാട് തന്നെ 2 കറിയുണ്ട്. അത് കൊള്ളത്തില്ലെന്നല്ല, എല്ലാത്തിനും ആകെ 4 കറിയല്ലേ. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ബീട്രൂട്ട് തോരൻ. അല്ല, അത് കുറച്ചുകൂടെ ആവാനുണ്ട്. ആ അതൊന്നും, പക്ഷെ അത് ഇല്ലായിരുന്നു. തന്ന സാധനം പോലും ഇല്ലായിരുന്നു. നമ്മളിപ്പോ കഴിച്ചിരിക്കുന്ന റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് പുത്തൻപുരയിൽ എന്റർപ്രൈസ് എന്ന് പറയുന്ന സ്ഥലം. എവിടെയാ? ആ, കപ്പ ബിരിയാണി. ആ ഗൈസ്, ഇവിടെ എവിടെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കടകളൊന്നും? ഗൈസ്, ഇവിടെ ഈ ബിവറേജ് ഉണ്ട്. അതിലും കുഞ്ഞത്താണിയിലുള്ള ഈ കടയാണ്. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് കയറിക്കോ.
സീനില്ല. കേറിക്കൂടെ? പിന്നെ ആരും വന്നാലും വന്നാലും ഇനി കേട്ടോ ഗൈസ് മടുത്ത് കേസ് നല്ല തലവേദനയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് മുണ്ടൊക്കെ ഞാൻ വണ്ടി ഓടിക്കും. ഞാൻ ചേച്ചി പുറകെ ഇരുന്ന് നന്നായിട്ട് വണ്ടി ഇങ്ങനെ ഓടിക്കും. അച്ചാത്തെ വണ്ടി ഒന്നും ആർക്കും കൊടുക്കത്തില്ലേ? വണ്ടി ഞാൻ ഓടിക്കത്തില്ലേ? വേണേ ആ വണ്ടി ഓടിച്ചു ഗൈസ്. നമ്മള് വണ്ടി ഓടിക്കാം ഗൈസ്. ബിരിയാണിയുടെ പറ. ബിരിയാണി ചുമ്മാ അടിഞ്ഞ ബിരിയാണിയായിരുന്നു. ചുമ്മാ പാർസൽ വാങ്ങിച്ചു പോലെ. പാഴ്സൽ ബിരിയാണി അൽഫോൺസിന് പാഴ്സൽ തുറന്നിട്ട് അത് പ്ലേറ്റിലോട്ട് കമത്തി കൊടുത്തേക്കുമായിരുന്നു. കറക്റ്റ് അതിന്റെ ഷേപ്പ് കണ്ടാലേ അറിയാം. സുഖമില്ലായിരുന്നു ബിരിയാണി, സുഖമില്ല. അപ്പൊ ഓവറോൾ കണ്ടല്ലോ ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ബാക്കി എല്ലാവർക്കും നല്ല അഭിപ്രായമില്ല, ചിലർക്കൊന്നും മോശം അഭിപ്രായവും ഇല്ല. ഹലോ ഗായ്സ്. നമ്മൾ ഇപ്പോൾ വീട്ടിൽ വന്നു. നമ്മളെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. കിടക്കുവാണ്. നമുക്ക് ഞാൻ വീഡിയോയിലൊക്കെ ചെറുതായിട്ട് സൂചിപ്പിച്ചതുപോലെ എനിക്ക് വയ്യായിരുന്നു, മേലായിരുന്നു. ഉച്ചയ്ക്ക് കഴിപ്പോടെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ കഴിഞ്ഞപ്പോൾ നല്ല വേദന തുടങ്ങി. പിന്നെ ഉറക്കമായി, ഇരിപ്പായി, കിടപ്പായി. വണ്ടിക്കകത്തെല്ലാം അങ്ങനെ ഭയങ്കര പോസ്റ്റായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് മടുത്തു കുറേ. അത് കഴിഞ്ഞ് നമ്മൾ മുണ്ടക്കയം പോയി. അതായത് അല്ലേ, അവിടെ നേരം മുണ്ടക്കയാണ് അല്ലേ? ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് മുണ്ടക്കയത്ത് ഞങ്ങളുടെ കുറേ കസിൻസ് ഉണ്ടായിരുന്നു. അപ്പം മുണ്ടക്കയം പോയി. മുണ്ടക്കയത്ത് 1, 2, 3, 4 വീട്ടിലല്ലേ, 4 വീട്ടിൽ പോയി. അവിടെ 4 വീട്ടിലും പോയിട്ട് അവിടുന്ന് തിരിച്ചെത്ര ഒരു 9:15 ഓക്കെ 10 ആയപ്പോൾ അവിടെ നിന്ന് പിന്നെ പോകുന്നത്. അവിടുന്ന് പോന്നു, ഒരു തട്ടുകടയിൽ കയറി കഴിച്ചു. 12 കെട്ടുകടയിൽ കയറിയിട്ട് ഒരു കെട്ടുകടയിൽ കയറി കഴിച്ചു. എന്നിട്ട് അവിടുന്ന് പിന്നെ ഇവിടെ ഒരു എത്ര മണിയായപ്പോൾ എത്തി? 12:45 1 മണിയൊക്കെ ആയപ്പം വീട്ടിൽ വന്ന് കയറി. അയ്യോ അടിപൊളി യാത്രയായിരുന്നു. മടുത്തു, ഭയങ്കര ദേഹമേനയും ക്ഷീണമൊക്കെയാണ്. ചേട്ടായി മരത്തിലെന്നാ പറയുന്നത്. എനിക്കാണ് ജലദോഷം പിടിച്ചു കേട്ടല്ലോ. ജലദോഷം പിടിച്ചു, ചുമ പിടിച്ചു, കഫം കയറിയിട്ടുണ്ട്. ജ്യൂസിന് വലിയ സീനില്ല, ജ്യൂസ് അവിടെ ഇരിപ്പുണ്ട്. ചേച്ചി കുളിക്കുന്നു. അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരെയും ഒന്ന് കഴിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പോകുന്നു. അച്ചാച്ചത് ഇപ്പോൾ രാവിലെ കുറച്ച് പണി കൂടി തീർത്തിട്ട് കഴിക്കാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ബാക്കി അവരുടെ കാര്യമൊന്നും വലിയ അറിവുമില്ല. ഹൊസമ്മയുടെ അവസ്ഥയൊക്കെ എന്നായിരുന്നു ദൈവത്തിനറിയാം. വിളിച്ചായിരുന്നോ? എന്നായിരുന്നു? കുഴപ്പമൊന്നും വരുന്നതാണ് ഇതുവരെയുള്ള അറിവ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര? ജോസ് റീൽസ് കണ്ടിരുന്നു പൊട്ടച്ചിരിച്ചിരിക്കുക. ജോസ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര? നല്ലായിരുന്നോ? എന്തായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓഫ് റോഡിങ്? ഓക്കെ, പിന്നെ ചായ കുടിക്കില്ലയോ? ചായ ഇത്തിരി ചായ കുടിച്ചു. പിന്നെ സൺറൈസ്. സോറി, അതിന്റെ തമ്മിലുള്ള വ്യത്യാസം അറിയത്ത് ഞാൻ കണ്ടായിരുന്നത് വണ്ടിയെ പോകുന്നത്. പിന്നെ വേറെ ഇങ്ങനെ അടുത്തു വാ. പിന്നെ ഓർമ്മയില്ലേ? അത്രയും ഓർമ്മ പോലും ഇല്ലാത്ത അത്രയും യാത്രയായിരുന്നു. ആനേനെ കണ്ട്, പിന്നെ കുരങ്ങനെ കണ്ട്, കുതിരനെ കണ്ട്, പശുവിനെ കണ്ട്. ഒരു മിനിറ്റ് ചെയ്യടാ. പിന്നെ എല്ലാരും കൊറേ കാട്ടിലോട്ട് കയറി ഒരു വീട്ടിൽ കോഴി. എനിവേ ചേട്ടാടി വയ്ക്കാം. ചേട്ടാ എന്നാ സ്പെഷ്യൽ മൊമെന്റ്സ് അൺഫോർഗറ്റബിൾ. അയ്യോ അത് കിണ്ണൻ ഒരവസ്ഥയായിരുന്നു. അതെ, അത് തീരെ അവസ്ഥയായിരുന്നു. ഞങ്ങള് മുണ്ടക്കയം വരാൻ വേണ്ടി, മുണ്ടക്കയം തെക്കാവല വരാൻ വേണ്ടി പഞ്ചായം വേണ്ടി 5 കിലോമീറ്റർ ഇറങ്ങി ഇങ്ങനെ കൊത്തിറക്കാം. അപ്പം ക്ലിച്ച് കരിച്ചു പോയിരിക്കാൻ ഞങ്ങൾ ബ്രേക്ക് യൂസ് ചെയ്തു. അതെ, ഗിയറിലിട്ട് ബ്രേക്ക് യൂസ് ചെയ്ത് തന്നു. ബ്രേക്ക് യൂസ് ചെയ്ത് താഴെ എത്തിയപ്പോഴത്തേക്ക് ബൊലേറോയുടെ 2 സൈഡിലെ വീലിൽ നിന്നും പുകയൊക്കെ അറ്റാച്ച് ബൊലേറോ ഓടിച്ചു.
എന്നിട്ട് അത് കഴിഞ്ഞപ്പോ നമ്മള് അവിടെ വീട്ടിൽ കയറിയപ്പോ നിർത്തിയിട്ട് തണുക്കാനിട്ടേ. ഏറ്റവും വലിയ ഫാക്ടർ നമ്മൾ 5 കിലോമീറ്ററോളം ഇറക്കം. നല്ല നമുക്ക് അറിയത്തില്ല അങ്ങനത്തെ ഇറക്കാം, വൃത്തിയോട്ട് ഇറക്കാം. എന്നിട്ട് നീ വാങ്ങാറില്ല എടുത്തില്ല ഞാൻ. എന്നിട്ട് നമ്മൾ ആ വീട്ടിൽ കയറിയപ്പോ തന്നെ വണ്ടി നിർത്തിയിട്ട് തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പം ഞാൻ ബൊലേറോ എടുത്തു, ചാച്ചു ഓടി പോയി വാഗണാർ എടുത്തു. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. ഇല്ല നീ പറ. ഗൈസ്, ഞാൻ എന്നിട്ട് വണ്ടി എത്ര ഇറക്കിറങ്ങിയല്ലോ, നമ്മള് വിഷയമൊന്നുമില്ലല്ലോ. ഞാനിപ്പം എനിക്ക് ബൊലേറോ ഓടിക്കാൻ തന്നില്ല, അപ്പൊ അതിന്റെ ഒരു ചുരുക്കി ഞാൻ തന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് മുണ്ടക്കയത്ത് തന്നില്ല, കട്ടപ്പനയെന്ന് മുണ്ടക്കയത്തോട്ട് തന്നില്ല. അപ്പം അതിന്റെ ഒരു ദേഷ്യത്തിന് ഞാൻ ഇങ്ങനെ കുറെ മൂക്കിനായിട്ട് എടുക്കുന്നത്. അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കണമല്ലോ. അപ്പൊ ഞാൻ അതുകൊണ്ട് നൈസായിട്ട് ചേട്ടയോട് പോയി ചേട്ടായോട് വാഗണാറ മേടിച്ചു. അപ്പൊ ചേട്ടാ അപ്പറേ വണ്ടി തന്നെയാണ് ചേട്ടാ മേടിച്ചോളൂ. അപ്പൊ ആ ഒരു വണ്ടിയിൽ വാഗണാറ കയറി. അപ്പൊ ഞങ്ങളപ്പോ വണ്ടി ഇവരുടെ വണ്ടിയുടെ പുറകെ ഞങ്ങളുടെ വണ്ടി കിടക്കുന്നത്. അപ്പൊ അച്ചുകൂട്ടം പറഞ്ഞത് നമ്മൾ അവിടെ അല്ല, നമുക്ക് പോയേക്കാം, വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും കയറി ടാറ്റയൊക്കെ പറഞ്ഞ് വണ്ടി ഫസ്റ്റ് എയിലോട്ട് ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി അങ്ങ് വന്ന് സെക്കൻഡ് എയിലോട്ട് ഇട്ട്, അതായത് ഒരു അതിങ്ങനെ ഒരു ഹെയർ പിൻ, ഒരു ചെറിയ ഇറക്കം പോലെ വന്ന് ഇങ്ങനെ വളഞ്ഞങ്ങ് പോവാ. അതൊരു നമ്മളിങ്ങനെ ഇറങ്ങി അങ്ങ് പോവാ, ഒരു ഹെയർ പിൻ വളവ് വളഞ്ഞ്. ഞാൻ ഇങ്ങനെ പൊക്കോട്ടിരിക്കും. പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് പിടിച്ചിട്ട്, അതായത് നമ്മൾ ആ ഇറക്കം ഇറങ്ങി തുടങ്ങുമ്പോൾ ബ്രേക്ക് പിടിക്കുമല്ലോ സ്ലോയാൽ. ബ്രേക്ക് പിടിക്കാൻ കാല് വെച്ചിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല. ചവിട്ടിയിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല. ഞാൻ പേടിച്ച് വിറച്ച് എന്നെ ചെയ്യുന്ന രസമില്ലാണ്ട് ഞാൻ ബ്രേക്ക് ചവിട്ടുന്നത്, ബ്രേക്ക് പറ്റാണ്ട് ക്ലച്ച് ചവിട്ടുന്നത്, ഇടത്തേക്കാലിനെ വിട്ടുന്നത്, വലത്തേക്കാലിനെ വിട്ടുന്നത്, പേടിച്ച് വിറച്ച്. പിന്നെ എപ്പോഴും ഒരു സന്ദർഭത്തില് എന്നോട് അച്ചുകൂട്ടം ഫസ്റ്റ് ഇടാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ഫസ്റ്റ് ഇട്ട് അത് ഓർക്കുന്നുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് വലിക്കാനൊക്കെ പറഞ്ഞിട്ട് കൈ പിടിക്കുന്നുണ്ട്, പക്ഷെ വലിക്കാനുള്ള ബലം തരുന്നില്ല പേടിച്ചിട്ട്. എന്നിട്ട് അവസാനം കേസ് അതിങ്ങനെ ആ വളവിന്റെ അവിടുന്ന് അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്. ഇങ്ങനെ വളവാണെങ്കിൽ അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്. പക്ഷെ കൂടെ പറഞ്ഞു അങ്ങോട്ട് കയറ്റിക്കോളാം. അപ്പൊ ഞങ്ങളിങ്ങനെ നേരെ അങ്ങോട്ട് ഇത് ഞങ്ങൾ നേരെ ഇങ്ങനെ പോയി. അവിടെ ഒരു ചെറിയ കയറ്റം പോലെ കയറി നിൽക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചെറിയ കയറ്റം പോലെ ആയപ്പോ അവിടെ സ്ലോ ആയി. അപ്പൊ അവിടെ ഇങ്ങനെ സ്ലോ ആയി അവിടെ കൊണ്ടപ്പോ അപ്പം ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ പറഞ്ഞു. അപ്പൊ എന്തോ ഭാഗത്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് 2 തവണ ചവിട്ട് നോക്കിയപ്പോ പിന്നെ ബ്രേക്ക് വന്നു. പമ്പ് ചെയ്ത് ഇങ്ങനെ ചവിട്ടുമ്പോ ഞങ്ങളുടെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു. അപ്പം ബ്രേക്ക് കിട്ടാതെ ഞാൻ ഇങ്ങനെ പമ്പ് ചെയ്ത് ഫ്ലൂയിഡ് കയറ്റി എടുത്ത്. പിന്നെ ഇത് ശ്രദ്ധിച്ചില്ല. നമുക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ഇത്ര ലോങ് ഒക്കെ ഓടിക്കുക, ഇത്ര എക്സ്പീരിയൻസ് ആദ്യമായിട്ടാ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോ 2 തവണ വരുമ്പോ പിന്നെ ഓക്കെ ആയി. പിന്നെ അവിടുന്ന് ഇറങ്ങി അച്ചുകൂട്ടം പിന്നെ വണ്ടി എടുത്തേ. പിന്നെ അങ്ങോട്ട് ഇവരുടെ വണ്ടി വലിയ ബൊലേറോ, വലിയ ടയർ, വലിയ വണ്ടി. ഞങ്ങളുടെ വണ്ടി പാവപ്പെട്ട വാഗണാറ്. അതുമായിട്ട് ഒരുമാതിരി ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പറയാല്ലേ, റോഡല്ല അപ്പൊ ഓഫ് റോഡാണല്ലോ. മൊത്തം കല്ലും കുണ്ടും കുഴിയുള്ള വഴി എല്ലാം പോയി അടി ഇടിച്ചു, ഇടിച്ച് പാറിഞ്ഞ് അടി ഒരഞ്ഞ് വൻ സീനായിരുന്നു. പിന്നെ കുറെ തവണ അടി ഇടിച്ച്. പിന്നെ അവസാനം അങ്ങോട്ട് രണ്ട് വീടൊരു ഇങ്ങനെ ഓഫ് റോഡ് പോയാ. അപ്പൊ ആ 2 വീട്ടിലേക്ക് അച്ചുകൂട്ടൻ എടുത്തു. പിന്നെ രണ്ടാമത്തെ അവിടുന്ന് പിന്നെ ഞങ്ങൾ അങ്ങ് മുണ്ടക്കയത്ത് പിന്നെ എവിടെയായിട്ട് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദൂരമുണ്ട്, 10-40 കിലോമീറ്റർ. അച്ചുകൂട്ടൻ 40 മിനിറ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ അച്ചുകൂട്ടൻ പിന്നെ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അതിലടിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ ഒരു അടി ഇടിച്ചു. പിന്നെ പുറകിൽ നിന്ന് ടയറിന്റെ അവിടെ നിന്ന് ഒരു ഒച്ചയും ബഹളമൊക്കെ. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പേടിച്ച് വിറച്ച് കഴിഞ്ഞു. ഇത് തിരിച്ചു വന്നപ്പോഴാണ് അതായത് നമ്മുടെ യാത്രയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാ സംഭവവും കറക്റ്റ് ഇങ്ങനെ എഴുതി വെച്ചേക്കുമായിരുന്നു. ഈച്ച് ആൻഡ് എവരി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യവും ഇങ്ങനെ ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലാതെ പോയി. ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലാണ്ടാ പോയത്. ടൂറിന്റെ കോർഡിനേറ്ററാണ്. ഒരു തേങ്ങയില്ലായിരുന്നു. ചുമ്മാ അതിനുള്ള സാഹചര്യം ചുമ്മാ പറയും. ഒരാഴ്ച മുമ്പ് 3-4 അതൊന്നൊന്നുമല്ല. ഞങ്ങള് പിന്നെ അവിടെ സ്ഥലം പോയി വരുന്നില്ല. പിന്നെ ചായ പിടിക്കാൻ ഞാൻ കാണിച്ചില്ലേ, മാപ്പൊക്കെ കിട്ടി. പിന്നെ അതൊക്കെ നോക്കിയാ പൊക്കോട്ടിരുന്നത്. ഇനിവേ പിന്നെ എന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത്, ഒരു വഴി കയറുന്നത്, അത് കട്ടറാന്ന് പറഞ്ഞ് കണ്ട വഴി. എന്നിട്ട് അച്ചാച്ച അവസാനം വണ്ടിയിൽ ചോദിച്ചു ഇവൻ ഏത് കാട്ടിക്കൂടെയാ കൊണ്ടുപോകുന്നത്. ഈ കുറച്ച് ദൂരം, അതും നല്ല വഴി കളഞ്ഞിട്ട് ദൂരമാന്ന് പറഞ്ഞ് കണ്ട കട്ടറുള്ള വഴിയെല്ലാം കയറ്റിക്കൊണ്ട് ഞാൻ നമ്മുടെ ഈ ദേവികുളത്തിന്റെ ലോക്കൽ ഏരിയ എക്സ്പീരിയൻസ് കൊണ്ടുപോയതാ. വല്ലാത്ത വണ്ടി ഇറങ്ങി ചെന്നപ്പോ കുണ്ടും കൂടി. എന്നിട്ട് പിന്നെ വണ്ടി വളച്ച് പിന്നെ വരുന്ന വഴി ദൂരം കൂടാന്ന് പറഞ്ഞാണ്ടായിരുന്നു. നല്ല സൂപ്പർ റോഡ്, നല്ല വ്യൂ ആയിട്ട് സൂപ്പർ റോഡ്. പിന്നെ അതിലേ പോയത്. എനിവേ അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മുടെ യാത്ര എല്ലാം എഴുതി ഈച്ച് ആൻഡ് എവരി കാര്യം ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളതല്ലാതെ നമ്മളിങ്ങനെ. പക്ഷെ കുറെ മടുപ്പായിരുന്നു. മീൻസ് അങ്ങനെയെന്ന് പറഞ്ഞാൽ മടുപ്പെന്ന് പറഞ്ഞാൽ കുറെ നേരം വണ്ടിയിലായിരുന്നു.
വണ്ടിയിൽ എന്ന് പറഞ്ഞാ നമ്മള് വണ്ടിയെ പോകുമ്പോ നമ്മള് വണ്ടിയല്ലേ അങ്ങനെയല്ല ഗൈസ്. ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞേ. ഞാൻ പിന്നെ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ഇതിലായതുകൊണ്ട് എനിക്ക് വണ്ടി ആവശ്യത്തിൽ കൂടുതൽ ഓടിക്കാൻ കിട്ടി. ഞാൻ ലൈഫിൽ ഇത്രയും വണ്ടി ഐ മീൻ ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ നിർത്തി അവിടെ രാവിലെ ആദ്യം ചായ കുടിക്കാൻ നിർത്തില്ലേ? അവിടുന്ന് അങ്ങ് മൂന്നാർ വരെ മൊത്തം പോയി. അന്നത്തെ ദിവസം മൊത്തം ഞാൻ വണ്ടി ഓടിച്ചേ. പിന്നെ രണ്ടാമത്തെ ദിവസം അവിടുന്ന് കുറച്ചൊക്കെ ഓടിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് അതല്ല ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മറ്റേ വീഡിയോ എടുത്തത്. ഈ വീഡിയോയുടെ കൺക്ലൂഷൻ നമുക്ക് നടത്താൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് അതിൻ്റെ ചെയ്യാൻ ഞാൻ കൺക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കോൾ വന്നു. പിന്നെ അവിടെ അങ്ങ് പോയി. പിന്നെ ഇന്നലത്തെ ദിവസം മൊത്തം പോയി. പിന്നെ പനി 5 ദിവസമായി. ഒരു രക്ഷയില്ല ഗൈസ്. ഒരു ബൈ ബൈ പറയാമെന്നാണ് നമ്മൾ ആ വീഡിയോ ഇന്ന് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ബൈ ബൈ.